തീരദേശപാതയിൽ ട്രെയിനുകളുടെ കുറവ്, യാത്രക്കാർ ദുരിതത്തിൽ. നിരവധി ട്രെയിനുകൾ ഇതുവഴി പോകുന്നുണ്ടെങ്കിലും പലതിനും സ്റ്റോപ്പില്ല. കോവിഡ് കാലത്ത് നിർത്തലാക്കിയ സ്റ്റോപ്പുകൾ പോലും പുനഃസ്ഥാപിച്ചിട്ടില്ല. ദേശീയപാതയോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷൻ. പിന്നെ 300 രൂപ കൊടുത്ത് ഓട്ടോക്കൂലി കൊടുത്തിട്ടാണ് ഞാൻ വീട്ടിലെത്തിയത്. രാഷ്ട്രീയ ഭേദമന്യേ പ്രതികരിച്ചെങ്കിൽ മാത്രമേ ഇതിനൊക്കെ നടപടി ഉണ്ടാവുന്നതാണ് എനിക്ക്. ആലപ്പുഴ കായംകുളം തീരദേശപാതയിൽ ട്രെയിനുകളുടെ കുറവ് കാരണം യാത്രക്കാർ ദുരിതത്തിൽ. കോവിഡിന് ശേഷം പാസഞ്ചർ ട്രെയിൻ നിർത്തലാക്കിയതും ട്രെയിനുകളുടെ സ്റ്റോപ്പുകൾ കുറച്ചതും യാത്രാ ദുരിതം വർദ്ധിക്കാൻ കാരണമായി. ഹരിപ്പാട് അമ്പലപ്പുഴ സ്റ്റേഷനുകളിലെ യാത്രക്കാരാണ് പ്രധാനമായും ഇപ്പോൾ ബുദ്ധിമുട്ടിലായത്. ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ റോഡ് വഴി യാത്ര ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ ട്രെയിനിനെയാണ് കൂടുതൽ യാത്രക്കാർ ആശ്രയിക്കുന്നത്. ഹരിപ്പാട് കേന്ദ്രീകരിച്ചുകൊണ്ട് യാത്രാ സൗകര്യങ്ങൾ ഏറ്റവും അധികം വർദ്ധിപ്പിക്കണം, പൊതുഗതാഗതം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ജനങ്ങളുടെ അഭിപ്രായം. ദേശീയപാത വഴി ജനങ്ങൾ യാത്ര ചെയ്യുന്നത് ഈ അപകടകരമായ അവസ്ഥയായതുകൊണ്ട് കൂടുതലും ആശ്രയിക്കുന്നത് റെയിൽവേകളാണ്. ദേശീയപാതയോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷൻ. ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ, തോട്ടപ്പള്ളി ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങളും വന്ന് ഇങ്ങോട്ടാണ്. അവിടെ 2 റെയിൽവേ ട്രാക്കുകളുടെ ഇടയിൽ ഉള്ള റെയിൽവേ പ്ലാറ്റ്ഫോം രൂപീകരിക്കേണ്ടത്, പണിതേണ്ടത് ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണ്. ഇവിടെ കോവിഡ് കാലം തൊട്ട് കുറെ ട്രെയിനുകൾ നിർത്തിയിട്ടുണ്ട്. ആ ട്രെയിനുകൾക്ക് സ്റ്റോപ്പേജ് അനുവദിക്കണം. മാസ്റ്റർ പ്ലാൻ തന്നെ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷന്റെ വികസനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കണം എന്നാണ് ഞങ്ങൾക്ക് പാസഞ്ചേഴ്സ് പാർക്കിൽ പറയാനുള്ളത്. ഹരിപ്പാട് അമ്പലപ്പുഴ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പില്ലാത്ത നിരവധി ട്രെയിനുകൾ ഇതുവഴി കടന്നു പോകുന്നുമുണ്ട്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ജാംനഗർ എക്സ്പ്രസ്, വ്യാഴം ഗാന്ധിധാം ഹംസഫർ എക്സ്പ്രസ്, വെള്ളി ഇൻഡോർ എക്സ്പ്രസ്, ഞായറാഴ്ച പോർബന്ദർ എക്സ്പ്രസ്, ഇങ്ങനെ 5 ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ആലപ്പുഴ വഴി എറണാകുളത്തേക്ക് ട്രെയിനുകളുണ്ട്. ഇവയ്ക്കൊന്നും ഹരിപ്പാട് അമ്പലപ്പുഴ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പില്ല. തീരദേശപാതയിൽ പ്രധാനമായിട്ടും ഉള്ള സ്റ്റേഷനുകൾ എന്ന് പറയുന്നത് ഹരിപ്പാട് അമ്പലപ്പുഴ സ്റ്റേഷനുകളാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ശരിക്ക് യാത്രക്കാരുടെ സാന്നിധ്യമുണ്ട് എങ്കിൽ പോലും പലപ്പോഴും ട്രെയിനുകൾ ഇല്ലാത്ത സാഹചര്യമാണ് ഈ സ്റ്റേഷനിൽ ഉണ്ടാകുന്നത്. അപ്പം ഉദാഹരണത്തിന് പറഞ്ഞാൽ രാവിലെ 11:30 നേത്രാവതി ട്രെയിൻ ഹരിപ്പാട് നിന്ന് എറണാകുളം സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്രെയിൻ എന്ന് പറയുന്നത് വൈകുന്നേരം 6:30 കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ് ആണ്. ഏകദേശം 6-7 മണിക്കൂർ സമയത്തേക്ക് ഇതുവഴി ട്രെയിനുകളില്ല. നേരത്തെ, അതായത് കോവിഡിന് മുൻപൊക്കെ ഒരു പാസഞ്ചർ ഉച്ച സമയത്ത് 1:30-2 മണി ആ സമയത്ത് ഒരു പാസഞ്ചർ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കോവിഡ് സമയത്ത് നഷ്ടപ്പെട്ട ട്രെയിനുകളാണ് ഈ ചെന്നൈ എഗ്മോർ. ഇതിൻ്റെ സ്റ്റോപ്പുകൾ അമ്പലപ്പുഴ, ഹരിപ്പാട് സ്റ്റേഷനുകൾക്ക് കോവിഡ് സമയത്ത് നിർത്തലാക്കിയതാണ്. അത് ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. പകൽ സമയത്തൊക്കെ വരുന്ന 11 മണിക്കൊക്കെ വരുന്ന ദീർഘദൂര ട്രെയിനുകൾ എറണാകുളത്ത് തന്നെ ട്രെയിനുകളുണ്ട്. പക്ഷേ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന പല ട്രെയിനുകളും മണിക്കൂറുകൾ വൈകിയാണ് എറണാകുളത്ത്. അവർ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ വ്യത്യാസം വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും യാത്രക്കാർക്ക് അതിനെ വിശ്വസിച്ച് നമുക്ക് അതിനുവേണ്ടി നിൽക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. ഇതിന് ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയ ഭേദമന്യേ പ്രതികരിച്ചെങ്കിൽ മാത്രമേ ഇതിനൊക്കെ നടപടി ഉണ്ടാവുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കായംകുളം സ്റ്റേഷനിൽ ചൊവ്വാഴ്ചകളിൽ വൈകിട്ടെത്തുന്ന നിസാമുദ്ദീൻ സ്വർണ്ണജയന്തി എക്സ്പ്രസ്, വ്യാഴാഴ്ചകളിൽ നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് എന്നിവയ്ക്കും കായംകുളം കഴിഞ്ഞാൽ പിന്നീട് സ്റ്റോപ്പ് ആലപ്പുഴയാണ്. ആഴ്ചയിലെ വിവിധ ദിവസങ്ങളിലായി കടന്നുപോകുന്ന ഈ 6 ട്രെയിനുകളിൽ ഏതെങ്കിലും ഒന്നിന് സ്റ്റോപ്പ് അനുവദിച്ചാൽ തന്നെ യാത്രക്കാർക്ക് അതൊരു സഹായമാകും. രാത്രിയിലെ അവസ്ഥയും ദയനീയമാണ്. രാത്രി 9:30 മാവേലി എക്സ്പ്രസ് ഹരിപ്പാട് നിന്ന് പോയതിനു ശേഷം പിന്നീട് എറണാകുളത്തേക്ക് പോകണമെങ്കിൽ നേരിട്ടുള്ള ട്രെയിൻ രാവിലെ 5:30 ഏറനാട് എക്സ്പ്രസ് ആണ്. എന്നാൽ ദിവസേന രാത്രി 2:30 ഇതുവഴി കടന്നുപോകുന്ന ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസിന് കോവിഡ് കാലത്ത് നിർത്തലാക്കിയ സ്റ്റോപ്പ് പുനഃസ്ഥാപിച്ചിട്ടില്ല. സ്റ്റോപ്പ് അനുവദിച്ചാൽ പുലർച്ചെ എറണാകുളത്ത് നിന്ന് പോകുന്ന ദീർഘദൂര ട്രെയിനുകൾക്ക് എത്തേണ്ടവർക്ക് ഇതൊരു വലിയ സഹായമാകും. നിലവിൽ രാത്രി 8:10 എറണാകുളത്ത് നിന്നുള്ള മെമു കഴിഞ്ഞാൽ അമ്പലപ്പുഴ, ഹരിപ്പാട് സ്റ്റേഷനുകളിൽ ഇറങ്ങണമെങ്കിൽ 1:50 മാവേലി എക്സ്പ്രസ് ആണുള്ളത്. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അച്ഛന് വയ്യാതെ വന്ന്, പുള്ളി ഹോസ്പിറ്റലാണ്, അമൃത ഹോസ്പിറ്റലാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാനൊരു 2-3 ആഴ്ചയായിട്ട് സ്ഥിരമായിട്ട് പോകുന്നതാണ്. ബസ്സിനൊക്കെ പോകാൻ ഇപ്പോഴത്തെ തിരക്കുകൊണ്ട് ബസ്സിനൊന്നും പോകാൻ പറ്റത്തില്ല. റോഡ് പണി അതൊക്കെയാണ്, നമുക്ക് കറക്റ്റ് സമയത്ത് ചെയ്യാൻ പറ്റത്തില്ല. 1-2 ആഴ്ചയായിട്ട് ഞാൻ ഇപ്പം നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ 8:10 പാസഞ്ചർ, വൈകിട്ട് അവിടെ നിന്നുള്ള 8:10 പാസഞ്ചറിന് ഞാൻ വരണ്ടായിരുന്നു. അപ്പം എനിക്ക് അത് ഒരു 3 മിനിറ്റ് താമസിച്ചുകൊണ്ട് ട്രെയിൻ വിട്ടുപോയി. ഞാൻ പിന്നെ അവിടുന്ന് ബസ് കയറി വൈറ്റിലേ വന്ന് എനിക്ക് ബസ് കിട്ടിയപ്പോൾ 11 മണി കഴിഞ്ഞു. അവിടുന്ന് ഞാൻ കറക്റ്റ് ഹരിപ്പാട് എത്തിയപ്പോഴേക്കും എനിക്ക് 1 മണി അടുത്തായി. പിന്നെ ഞാൻ പേയാൻബർഗ് അടച്ചിട്ട് പോയി. പിന്നെ 300 രൂപ കൊടുത്ത് ഓട്ടോക്കൂലി കൊടുത്തിട്ടാണ് ഞാൻ വീട്ടിലെത്തിയത്. ഇതുപോലെയൊക്കെ ഭയങ്കര ദുരിതമാണ് നമ്മുടെ യാത്ര. 6 മണിക്കൂറോളമാണ് ട്രെയിനുകൾ തമ്മിലുള്ള ഇടവേള. ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിലെ 2 പ്ലാറ്റ്ഫോമുകളും ലൂപ്പ് ലൈനിലായതിനാൽ സ്റ്റോപ്പുകൾക്കായി വേഗത കുറയ്ക്കേണ്ടി വരികയും സമയനഷ്ടം ഉണ്ടാവുമെന്ന കാരണവും റെയിൽവേ പറയുന്നുണ്ടെങ്കിലും നടുവിലായി മെയിൻ ലൈനിൽ ഐലൻഡ് പ്ലാറ്റ്ഫോം നിർമ്മിക്കണമെന്നതാണ് യാത്രക്കാരുടെ ആവശ്യം.
നാളുകളായുള്ള യാത്രക്കാരുടെ ഈ ആവശ്യവും റെയിൽവേ കണ്ടതായി പോലും ഭാവിക്കുന്നില്ല. ദേശീയപാതയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന തീരദേശ റെയിൽപാതയിലെ തിരക്കേറിയ സ്റ്റേഷനാണ് ഹരിപ്പാട്. വരുമാനത്തിലും പുറകിലല്ല. കോവിഡ് കാലത്ത് നിർത്തലാക്കിയ സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിച്ചാൽ ഒരു പരിധിവരെ ഈ യാത്രാ ദുരിതത്തിന് പരിഹാരമാകും. ക്യാമറാമാൻ ജയചന്ദ്രനൊപ്പം ആദിത്യലക്ഷ്മി ദേവ്, i24 ന്യൂസ്.